ഹായ്, ഇന്ന് നമ്മൾ സെറ്റ് 2 ഇംഗ്ലീഷിലെ PYQ ക്വസ്റ്റ്യൻസാണ് നോക്കുന്നത്. ഇതിൽ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ 10 ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ചൂസ് ദ കറക്റ്റ് സ്പെൽഡ് വേൾഡ്. ഇതിൽ കൊടുത്തിരിക്കുന്നതിൽ കറക്റ്റ് സ്പെല്ലിംഗ് ഉള്ള വേൾഡ് ഏതാണെന്നാണ്. ഓപ്ഷൻ ബി ആണ് കണ്ടെൻറ്റ്മെൻറ്റ്. എന്താണ് സ്പെല്ലിംഗ്? CONTENTMENT. കണ്ടെൻറ്റ്മെൻറ്റ് എന്താണ്? കണ്ടെയ്ൻമെൻറ്റ് എന്നല്ല, കണ്ടെൻറ്റ്മെൻറ്റ് എന്താണ്? CONTENTMENT കണ്ടെൻറ്റ്മെൻറ്റ്. ഇനി ചൂസ് ദ കറക്റ്റ് വൺ. അതായത് റസ്ലിംഗ് ഓഫ് ബേർഡ്സ് എന്നാണോ, റസ്ലിംഗ് ഓഫ് അനിമൽസ് എന്നാണോ, റസ്ലിംഗ് ഓഫ് ലീവ്സ് എന്നാണോ, എന്താണ് പറയുക? റസ്ലിംഗ് ഓഫ് ലീവ്സ് എന്നാണ് പറയുക. അതായത് മർമ്മര ശബ്ദം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റസ്ലിംഗ് ഓഫ് ലീവ്സ് എന്നാണ് പറയുക. കണ്ടെൻറ്റ്മെൻറ്റിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? CONTENTMENT ആണ് കണ്ടെൻറ്റ്മെൻറ്റ്. അപ്പോൾ റസ്ലിംഗ് ഓഫ് ലീവ്സ് ആണ് കറക്റ്റ് വൺ. റസ്ലിംഗ് ഓഫ് ലീവ്സ് അതായത് എന്താണ്? മർമ്മര ശബ്ദം. ചൂസ് ദ അപ്രോപ്രിയേറ്റ് ഓപ്പോസിറ്റ് ഓഫ് ദ വേർഡ് കോർഡിയൽ. കോർഡൈലിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? അൺഫ്രണ്ട്ലി എന്നാണ്. കോർഡൈൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൃദ്യമായ. കോർഡൈലിന് നമ്മൾ എന്തെന്നാണ് പറയുക? ഹൃദ്യമായ എന്നാണ് പറയുക. കോർഡൈലിൻ്റെ ഓപ്പോസിറ്റാണ് അൺഫ്രണ്ട്ലി. കോർഡൈലിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? അൺഫ്രണ്ട്ലി. ഫൈൻഡ് അപ്രോപ്രിയേറ്റ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എ ഹൈ പിച്ച്ഡ് ക്രൈ. എ ഹൈ പിച്ച്ഡ് ക്രൈന് നമ്മൾ വൈൻ എന്നാണ് പറയുക. എ ഹൈ പിച്ച്ഡ് ക്രൈന് വൈൻ എന്ന് പറയും. ഉയർന്ന സ്ഥായിലുള്ള ശബ്ദം അല്ലെങ്കിൽ കഠോര ശബ്ദം എന്നൊക്കെയാണ് വൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എ ഹൈ പിച്ച്ഡ് ക്രൈന് നമ്മൾ വൈൻ എന്ന് പറയും. എന്താണ്? സോംബ്. SOB. സോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങലാണ്. സോബ് എന്താണ്? തേങ്ങൽ. വിംബർ എന്താണ്? ഞരക്കം. WHIMPER. വിംബർ എന്താണ്? ഞരക്കം. എൽ എന്താണ്? YELL. എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അലർച്ച. YELL. എൽ എന്ന് പറഞ്ഞാൽ അലർച്ച. വിംബർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞരക്കം. സോബ് എന്ന് പറഞ്ഞാൽ എന്താണ്? തേങ്ങൽ എന്നാണ്. ഇനി ഫ്രേസൽ വെർബ് ടു പുട്ട് അപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻജോയർ സംതിങ് എന്നാണ്. അതായത് സഹിക്കുക. എൻജോയർ സംതിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സഹിക്കുക. ടു പുട്ട് അപ്പ് വിത്ത്, എൻജോയർ സംതിങ്. അപ്പോൾ എന്താണ്? ഫൈൻഡ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഫ്രേസൽ വെർബ് ടു പുട്ട് അപ്പ് വിത്ത്. എന്താണ്? എൻജോയർ സംതിങ്. ടു പുട്ട് അപ്പ് വിത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? എൻജോയർ സംതിങ്. ഓൾ ഓഫ് യു ഡാഷ് ഡിഫറെൻറ്റ് ബട്ട് ഈച്ച് ഓഫ് യു ഡാഷ് യുണീക്ക്. അപ്പോൾ ഓൾ ഓഫ് യു എന്നാണ് പറയുന്നത്. അതൊരു പ്ലൂറലാണ്, എല്ലാവരെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഓൾ ഓഫ് യു ആർ ഡിഫറെൻറ്റ് ബട്ട് ഈച്ച് ഓഫ് യു, ഓരോരുത്തരും. അപ്പോൾ അത് സിംഗുലറാണ്. ഈസ് യുണീക്ക്. ഓൾ ഓഫ് യു ആർ ഡിഫറെൻറ്റ് ബട്ട് ഈച്ച് ഓഫ് യു ഈസ് യുണീക്ക് എന്നാണ് വരിക. വാട്ട് വാസ് ടേക്കൺ ബൈ യു ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. വാട്ട് വാസ് ടേക്കൺ ബൈ യു ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഇതിനെ നമ്മൾക്ക് ആക്റ്റീവ് വോയിസിലേക്ക് മാറ്റണം. വാട്ട് വാസ് ടേക്കൺ ബൈ യു ഫോർ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളതിനെ ആക്റ്റീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ എന്താണ് വരിക? സിമ്പിൾ പാസ്റ്റിലുള്ള സെൻറ്റൻസ് ആണ് അല്ലേ? സിമ്പിൾ പാസ്റ്റാണ്. വാട്ട് വാസ് ടേക്കൺ ബൈ യു ഫോർ ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ്. അപ്പോൾ നമ്മൾ അതിനെ ആക്റ്റീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഡിഡ് പ്ലസ് V2 ഫോം വേണം ഉപയോഗിക്കാൻ. അപ്പോൾ വാട്ട് ഡിഡ് യു ടേക്ക് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ വാട്ട് ഡിഡ് യു ടേക്ക് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ വാട്ട് വാസ് ടേക്കൺ ബൈ യു ഫോർ ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് പാസീവായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ? വാസ് ടേക്കൺ എന്നുള്ളത് എന്തായിട്ട് മാറും? ഡിഡ് ടേക്ക് എന്നായിട്ട് മാറും. അപ്പോൾ വാട്ട് ഡിഡ് യു ടേക്ക് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് എന്നായിരിക്കും കറക്റ്റ് ആൻസർ. The reporter exclaimed sadly that many lives had been lost due to boat accident. Choose the appropriate direct speech sentence of it. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്? റിപ്പോർട്ടിംഗ് വെർബ് ഇവിടെ പാസ്റ്റ് ആണ് അല്ലേ? റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ആയതുകൊണ്ട് റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റാണ്. അപ്പോൾ മെനി ലൈവ്സ് എന്നത് എന്താണ്? പ്ലൂറലാണ്. മെനി ലൈവ്സ് എന്നുള്ളത് എന്താണ്? പ്ലൂറലാണ്. അപ്പോൾ നമ്മളവിടെ
എന്താണ് നമ്മൾ ഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ അപ്പം മെനി ലൈവ്സ് എന്നുള്ളത് പ്ലൂറലാണ്. അപ്പോൾ നമ്മൾ ഹാവ് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താണ് യൂസ് ചെയ്യുക? റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ആയതുകൊണ്ട് ഹാവ് ബീൻ എന്ന് ഉപയോഗിക്കണം. അപ്പോൾ ഹാഡ് ബീന് പകരം ഹാവ് ബീൻ ഉപയോഗിക്കണം. പിന്നെ മെനി ലൈവ്സ് എന്നുള്ളത് ഹാവ് ആണ്. അപ്പോൾ ഹാവ് ബീനുള്ള ഇത് ഒരെണ്ണം മാത്രമാണ് ആൻസറിലുള്ളൂ. അപ്പം ദ റിപ്പോർട്ടർ സെഡ് alas many lives have been lost due to boat accident. many lives has been എന്ന് പറയില്ല, അത് തെറ്റാണ്. was lost എന്ന് പറയില്ല. അപ്പോൾ നമ്മളിവിടെ ഹാഡ് ബീൻ എന്നുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ഹാഡ് ബീൻ എന്നുണ്ട്, അത് ഹാവ് ബീൻ ആയിട്ട് മാറും നമ്മൾ ഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറുമ്പോൾ. ഈ ഹാവ് ബീനാണ് നമ്മൾ റിപ്പോർട്ടിംഗ് സ്പീച്ചിലേക്ക് മാറ്റിയപ്പോൾ ഹാഡ് ബീൻ ആയിട്ട് മാറിയത്. ദ ബസ് ഡാഷ് overtake a car when it meet with an accident. choose the correct verb form യൂസ് ചെയ്യണം. അപ്പം ദ ബസ് വാസ് ഓവർടേക്കിംഗ്. പാസ്റ്റിൽ ഒരു ആക്ഷൻ നടന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു ആക്ഷന്, അതായത് പാസ്റ്റിൽ ഒരു ആക്ഷൻ നടന്ന സമയത്ത് നമ്മൾ വീട്ടു ഫോമാണ് ഉപയോഗിക്കുക. അപ്പോൾ വീട്ടു ഫോം യൂസ് ചെയ്യണം. പാസ്റ്റിൽ ഒരു ആക്ഷൻ നടന്ന സമയത്ത് അത് വീട്ടു ഫോമാണ്. പക്ഷേ നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്തിന് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ്ഡ് വേണം പറയാൻ. വാസ് ഓർ വേർ പ്ലസ് ഡു ING നമ്മൾ യൂസ് ചെയ്യുന്നു. അതായത് പാസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന പാസ്റ്റ് ഒരു സംഭവം നടന്നു, അതിന് നമ്മൾ വീട്ടു ഫോമിൽ പറയണം. നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രവൃത്തിനെ വാസ് ഓർ വേർ പ്ലസ് ING വേണം നമ്മൾ യൂസ് ചെയ്യാൻ. അപ്പം ദ ബസ് വാസ് ഓവർടേക്കിംഗ് എ കാർ വെൻ ഇറ്റ് മെറ്റ് വിത്ത് ആൻ ആക്സിഡൻറ്റ്. അപ്പം ഇത് നടന്നു കഴിഞ്ഞു. എന്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ്? കാറ് ഓവർടേക്ക് ചെയ്തുകൊണ്ടിരിക്കും, ബസ് ഓവർടേക്ക് ചെയ്യുമ്പോൾ. ദ ബസ് വാസ് ഓവർടേക്കിംഗ് എ കാർ വെൻ ഇറ്റ് മെറ്റ് വിത്ത് ആൻ ആക്സിഡൻറ്റ്. ഓക്കെ, യു ഹാവ് ടു ഗോ. ക്വസ്റ്റ്യൻ ടാങ്ക് നമ്മൾ യൂസ് ചെയ്യണം. യൂസ് കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് യൂസ് ചെയ്യണം. യു ഹാവ് ടു ഗോ. അപ്പോൾ ഹാവ് ടു വരുന്ന സമയത്ത് നമ്മൾ എന്താണ് ഉപയോഗിക്കുക? ഡോണ്ട് യു ആണ് ഉപയോഗിക്കുക. ഹാവ് ടു ഡു. ഹാവ് ടു എന്ന് പറഞ്ഞാൽ നമ്മൾ വരുന്ന സമയത്ത് എന്താണ് ഉപയോഗിക്കുക? ഡോണ്ട് യു ആണ് ഉപയോഗിക്കുക. അപ്പോൾ ഹാസ് ടു ആണെങ്കിലോ ഡസൻറ്റ് ആണ് ഉപയോഗിക്കുക. ഡസൻറ്റ് ഹീ ഷീ ഓർ ഇറ്റ് അതിലേതെങ്കിലും ആയിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ ഹാവ് ടു വരുന്ന സമയത്ത് ഡോണ്ട് യു. ഹാവ് ടു എന്ന് പറയുമ്പോൾ ഡോണ്ട് യു. ഹാസ് ടു എന്ന് പറയുമ്പോൾ ഡസൻറ്റ് ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതാണ് ഇതിലെ 10 ക്വസ്റ്റ്യൻസ്.